ഹായ് ഫ്രണ്ട്സ്, ഹണി ഡ്രോപ്പ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി പാൽക്കൊഴുക്കട്ടയാണ്. അപ്പം ഞാൻ അതിനായിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി വേണം. അതായത് നമുക്ക് പത്തിരിക്ക്, അപ്പത്തിന്, ഇടിയപ്പത്തിന് അങ്ങനെയൊക്കെ എടുക്കുന്ന പൊടി വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തേക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെ വേണം നമുക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രം സ്റ്റൗവ് വെച്ച് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചൊരു ശക്കല ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം എടുക്കുന്ന അളവ് കറക്റ്റായിരിക്കണം. അപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് പരുവത്തിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അത് ഓർത്ത് വെച്ചാൽ മതി. ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു കപ്പിലാണ് നമ്മൾ അളന്നെടുക്കുന്നതെങ്കിലും അപ്പോൾ 1.5 കപ്പ് വെള്ളം, ഒരു ഗ്ലാസ്സിലാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു രീതി വേണം നമുക്ക് വെള്ളം എടുക്കാനായിട്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ലാവിയിലൊക്കെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ ഒത്തിരി എണ്ണയും കാര്യങ്ങളൊന്നും നമ്മളിത് ചേർക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് തടുത്തതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂട് മാറിയിട്ടുണ്ട്. നല്ലപോലെ ചൂട് മാറിയിട്ടില്ല എങ്കിലും നമുക്കൊന്ന് പിടിക്കാവുന്ന രീതിയിൽ ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ചെറിയ ബോൾസായിട്ട് എടുക്കുമ്പോഴത്തേക്കിന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അന്നേരം നല്ലപോലെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം നമ്മുടെ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കുറച്ച് മാവെടുത്ത് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു ആവശ്യമുണ്ട് ഇതുകൊണ്ട്, അതുകൊണ്ട് കുറച്ച് ഇത്ര ഒരളവിന് നമുക്കൊന്നെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുമായിട്ടൊക്കെ ഇരുന്ന് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ആക്കിയെടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ദേവൂസൊക്കെ ഉണ്ട്, ദേവൂട്ടിയുണ്ട്. അതുകൊണ്ട് അവളും കൂടെ ഒക്കെയാണ് ഉരുട്ടിയത്. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് ആക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പം ദേവുവിനൊക്കെ വലിയ ഇഷ്ടമാണിത്. പാൽക്കൊഴുക്കട്ടയൊക്കെ വലിയ ഇഷ്ടമാണ്. വൈകിട്ട് സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വലിയ ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് നമുക്ക് ബോൾസാക്കി എടുക്കാം. ഇതിന് ശേഷം നമ്മളിത് ആവിയിലാണ് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ്. നമ്മൾ ഒത്തിരി എണ്ണയും ഒത്തിരി തേങ്ങയും കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം ഞാനെല്ലാം ഒന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രസമാണ് കാണാൻ തന്നെ, നല്ലൊരു രസമാണ്. അപ്പം നമുക്കിനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടി നമുക്കൊരു ഇഡ്ഡലി പാത്രമോ ഇഡ്ഡലി ചെമ്പോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതൊന്ന് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊരു 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചാൽ മതി. അന്നേരം നമ്മളിതിൽ വാട്ടി കുഴച്ചതാണല്ലോ, അപ്പോൾ പകുതി കുക്കായിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പം എല്ലാം ഞാനൊന്ന് വെച്ചൊരു 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷമുള്ളതാണിത്. അപ്പോൾ ഇത് ബോളകളൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിനകത്തിട്ട് നല്ലപോലെ ഒന്ന്
അപ്പം ഞാനിതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് പാൽ നമ്മൾ നേരത്തെ മാവെടുത്ത ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ട്. ഈ പാലല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇതിനായിട്ട് എടുക്കാം. തേങ്ങാപ്പാൽ എടുക്കണമെങ്കിൽ ഒന്നിങ്ങനെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതേപോലെ കുറച്ച് പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കി ഒന്ന് എടുക്കണം. കട്ടകളൊക്കെ മാറ്റി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാനിവിടെ നമ്മൾ മാവെടുത്ത ആ കപ്പിന് 1 കപ്പ് പാലേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് പാൽ ചൂടായി വരുമ്പോഴത്തേന് ആവശ്യത്തിന് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പാൽ അത്യാവശ്യം ഒന്ന് തിളച്ച് വരാറാകുമ്പോഴത്തേക്കിനും നമുക്കിതിലോട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇടുന്നവർക്ക് അങ്ങനെ ഇടാം, അതല്ലെങ്കിൽ ജീരകം പൊടിച്ച് ചെറിയ ജീരകം പൊടിച്ചത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക പൊടിച്ചാണ് ഇടുന്നത്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഈ ബോൾസൊക്കെ ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചില സമയത്ത് നമ്മളിത് ആവിയിൽ വേവിക്കുമ്പോൾ ഈ ബോളുകളൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. പക്ഷേ നമ്മൾ പാലിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേന് അതെല്ലാം സെപ്പറേറ്റ് ആയിക്കോളും. ഈ പാലിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് റെഡിയാകണം. അപ്പോൾ അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാലും മാവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ കിടന്നൊന്ന് തിളച്ച് അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുറുകി വരും. കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പാൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഈ ബോളും കൂടി ഇട്ടിട്ടൊരു 5-6 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കുമ്പോഴത്തേനും ഒന്നും കൂടി അങ്ങ് കുറുകും. അത് കാരണം കൊണ്ട് അത്യാവശ്യം ഒരു ലൂസ് ആയ ഒരു രീതി നമുക്കറിയാമല്ലോ. അത് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒന്ന് തണുക്കുമ്പോഴത്തേക്കിനും ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആകും. അപ്പോൾ ഇത്രയും മാത്രം ഒന്ന് ചെയ്താൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അതേണ്ട ഞാനിതെല്ലാം ഒന്ന് പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ചൂടും ഒന്ന് മാറിയിട്ടുണ്ട്. ഇതുണ്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.